സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ മുൻ ചെയർമാൻ ഒസാമോ സുസുക്കി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. ഒസാമോ സുസുക്കിയുടെ കാലത്താണ് സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ മാരുതി ഉദ്യോഗവുമായി ചേർന്ന് ഭാരതത്തിൽ കാർ നിർമ്മാണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചത്. ഐസൻ വിവരങ്ങൾ നൽകും. ഐസൻ. തീർച്ചയായും നീലിമ, ഇത് സംബന്ധിച്ച് അല്പസമയം മുമ്പാണ്, അതായത് ഒസാമു സുസുക്കിയുടെ മരണം സംബന്ധിച്ച് അല്പസമയം മുമ്പാണ് വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത്. ഒസാമു സുസുക്കി 94-ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജപ്പാൻ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന സുസുക്കി മോട്ടോഴ്സിന്റെ പഴയ സിഇഒയും ചെയർമാനുമായിരുന്നു അദ്ദേഹം. മാത്രമല്ല 2016 വരെ ആ പദവിയിൽ തുടരുകയും വന്ധ്യവയോധികനായ ആ ഒരു വ്യവസായിയായി അദ്ദേഹം തുടരുകയും ചെയ്തു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതരേഖയിലെ ഏറ്റവും നിർണായകമായ ഘടകം കൂടിയാകുന്നത്. പല ആരോപണങ്ങളും അദ്ദേഹത്തിന് നേരെ നേരിടേണ്ടി വന്നു എങ്കിൽ കൂടി 2016 വരെ അദ്ദേഹം ചെയർമാൻ സ്ഥാനത്ത് തുടരുകയും ചെയ്തു. നമുക്കറിയാവുന്നതാണ്, 1982-ൽ മാരുതി ഉദ്योग ലിമിറ്റഡുമായി സഹകരിച്ച് ഭാരതത്തിലെ ചെറു കാർ വിപണിയുടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ആ ഒരു സഹകരണം ഉണ്ടായ ആ സ്ഥാപനത്തിന്റെ മേധാവി കൂടിയായിരുന്നു. ഭാരതത്തിന്റെ കാർ നിർമ്മാണ രംഗത്ത് വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിച്ച മാരുതി സുസുക്കി കൊളാബറേഷന്റെ ഒരു നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത കാലത്ത് അദ്ദേഹമായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്നത്. 82 മുതൽ മാരുതി ഉദ്योग ലിമിറ്റഡ് ഇവിടെ ഭാരതത്തിൽ കാർ നിർമ്മാണം ആരംഭിക്കുകയും സുസുക്കിയുമായി സഹകരിച്ച് ചെറുകാറുകളും അതുപോലെ തന്നെ മറ്റു കാറുകളുടെയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്ത വേളയിൽ അദ്ദേഹം നിർണായകമായ ഒരു സേവനമാണ് ചെയ്തത്. ഭാരതത്തിന്റെ ഓട്ടോമോട്ടീവ് രംഗത്ത് മികച്ച മാറ്റം വരുത്തിയ മാരുതി ഉദ്योग ലിമിറ്റഡിന്റെ അതുപോലെ തന്നെ മാരുതി കാറുകളുടെയും ആ ഒരു വിപ്ലവത്തിന് സാക്ഷിയാവുക കൂടി ചെയ്ത, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകുക കൂടി ചെയ്ത ജപ്പാൻകാരൻ കൂടിയാണ് ഒസാമു സുസുക്കി. ശരി. ഭാരതത്തിന്റെ മോട്ടോർ വാഹന വിപ്ലവം സൃഷ്ടിച്ച സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ മുൻ ചെയർമാൻ ഒസാമോ സുസുക്കി അന്തരിച്ചു. 94-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ദേഹവിയോഗം ഉണ്ടായത്. ഐസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.